നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പെരുന്നാൾ ദിനത്തിൽ ഖുർആൻ കത്തിക്കാൻ അനുമതി നൽകിയ സ്വീഡന്റെ നടപടിയിൽ കടുത്ത ഭാഷയിലാണ് UAE, സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ പ്രതികരിച്ചത്. അതത് രാജ്യങ്ങളിലെ സ്വീഡൻ അംബാസിഡറെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധമാണ് UAEയും സൗദിയും ഉൾപ്പെടെ രേഖപ്പെടുത്തിയത്. തീവ്ര വലതുപക്ഷക്കാർ ഖുർആൻ കത്തിച്ചതിൽ കുവൈറ്റ് ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോഴിതാ ഇതിന് പിന്നാലെ സ്വീഡിഷ് ഭാഷയിൽ തന്നെ വിവർത്തനം ചെയ്ത 1,00,000 ഖുർആൻ കോപ്പികൾ അച്ചടിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുവൈത്ത്. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അസ്ബാഹിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിവാര ക്യാബിനറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തിരിക്കുന്നത്. അച്ചടിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനുമുള്ള ചുമതല പബ്ലിക് അതോറിറ്റി ഫോർ പബ്ലിക് കെയറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് ഖുർആൻ കോപ്പികൾ സ്വീഡനിൽ വിതരണം ചെയ്യുക. സ്നേഹം, സഹിഷ്ണുത, സമാധാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇസ്ലാം ഊന്നൽ നൽകുന്നത്. ഇസ്ലാമിക തത്വങ്ങളും മൂല്യങ്ങളും പ്രചരിപ്പിക്കാനും വിവിധ സമൂഹങ്ങൾക്കിടയിൽ സഹവർത്തിത്വം വളർത്തിയെടുക്കാനും ലക്ഷ്യമിട്ടാണ് ഖുർആൻ പതിപ്പുകൾ സ്വീഡനിൽ വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രിസഭ വ്യക്തമാക്കി. നേരത്തെ സ്വീഡനിൽ ഖുർആൻ കത്തിച്ച നടപടിയിൽ കുവൈത്ത് ശക്തമായ ഭാഷയിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. എന്നാൽ സ്വീഡന്റെ അപമാനകരമായ പ്രവൃത്തിയിൽ സ്വീഡിഷ് ഭാഷയിൽ വിവർത്തനം ചെയ്ത 1,00,000 ഖുർആൻ കോപ്പികൾ വിതരണം ചെയ്യുന്നതിലൂടെ കുവൈത്ത് ഇതിൽ മധുര പ്രതികാരം വീട്ടുകയാണെന്നാണ് പൊതുവിലയിരുത്തൽ. അതേസമയം ലോക മുസ്ലിങ്ങൾ ഈദ് അൽ അദ്ഹ ആഘോഷത്തിലും ഹജ്ജ് തീർത്ഥാടനത്തിലും മുഴുകുന്ന സമയത്ത് തന്നെ സ്വീഡനിലെ സ്റ്റോക്ക്ഹോം സെൻട്രൽ മസ്ജിദിന് പുറത്ത് ഖുർആൻ കത്തിച്ചതിനെ സൗദി മനുഷ്യാവകാശ കമ്മീഷൻ ശക്തമായി അപലപിച്ചു. ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ള നടപടിയാണ് ഇതെന്നും അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ ലംഘനമാണെന്നും കമ്മീഷൻ പ്രസിഡന്റ് ഡോക്ടർ ഹല അൽ തുവൈജിരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിന് പിറകെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആരോപിച്ചു. സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിന്റെയും അടിസ്ഥാന മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികളുടെ ആവശ്യകത പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. ഖുർആൻ കത്തിച്ചതിനെ സൗദി അറേബ്യ ശക്തമായി അപലപിക്കുന്നതായി സ്വീഡൻ അംബാസഡറോട് അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു. ഈ അപമാനകരമായ പ്രവൃത്തിയെ സൗദി അറേബ്യ തള്ളിക്കളയുന്നു. സഹിഷ്ണുത, മിതത്വം, തീവ്രവാദം തള്ളിക്കളയൽ എന്നീ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ നടപടികളും നിർത്തണമെന്ന് സ്വീഡിഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ജനങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ഇടയിലെ ബന്ധത്തിന് ആവശ്യമായ പരസ്പര ബഹുമാനത്തെ അത് ദുർബലപ്പെടുത്തുമെന്നും മന്ത്രാലയം പറഞ്ഞു. ഖുർആൻ കത്തിക്കുന്ന നിന്ദ്യമായ പ്രവൃത്തിയെ സൗദി അറേബ്യ അപലപിക്കുന്നതായി ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OICയിലെ സൗദി സ്ഥിരം പ്രതിനിധി ഡോക്ടർ സാലിഹ് ബിൻ ഹമദ് അൽ സുഹൈബാനിയും പറഞ്ഞു. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഖുർആൻ കത്തിച്ചതിന്റെ അനന്തരഫലങ്ങൾ ചർച്ച ചെയ്യാൻ സൗദി അറേബ്യ മുൻകൈയെടുത്ത ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.